ഇന്ന് നമ്മളെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന പ്രായം നോക്കിക്കഴിഞ്ഞാൽ 3.5 വയസ്സാണ്. അതിന്റെ കാരണം എന്താ? അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പെൺകുട്ടിക്ക് കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള ഒരു ചിന്തയാണ്, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാവണം എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവും. ഒരു കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് എപ്പോഴാണ് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞാൽ അവർ പറയും, ഭർത്താവിനോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് എത്ര മക്കളുണ്ടായാലും ആ മക്കൾക്കൊക്കെ പേരിടുന്നത് ഞാനായിരിക്കും കേട്ടോ. എന്നിട്ട് അവർ ഒരുപാട് പേരുകളൊക്കെ എഴുതി വെക്കും. എന്നിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ എഴുതിയ പേരൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അവരുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വാട്സപ്പിലൂടെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, പെൺകുട്ടിക്ക് പറ്റിയ പേരേതാ, ആൺകുട്ടിക്ക് പറ്റിയ പേരേതാ എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ അത് കാണാറുള്ളതാണ്. രണ്ടാമത്തെ പ്ലാനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കേട്ടോ, നല്ല അടിപൊളി സ്കൂളിൽ വേണം കേട്ടോ ചേർത്താൻ എന്ന് പറയും. പക്ഷെ ഒരു 3.5 വയസ്സ്, ഒരു 3 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അവർ സെർച്ച് ചെയ്ത് തുടങ്ങും. എന്താ സെർച്ച് ചെയ്യാന്നറിയോ? എൻ്റെ വീട്ടിൽ പോയാലും ബസ് വരണം, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും ബസ് വരുന്ന സ്കൂൾ ഏതാന്നുള്ളതാണ് പിന്നെ അവർ സെർച്ച് ചെയ്യുന്നത്. പിന്നെ അവർ നോക്കും ഏറ്റവും നല്ല സ്കൂൾ ഏതാ, അതിന് പറ്റി സ്കൂൾ ഏതാന്നുള്ളത് അവർ സെർച്ച് ചെയ്യും. ആ സ്കൂളിൽ പോയിട്ടാണ് ഭൂരിഭാഗം ആളുകളും അഡ്മിഷൻ എടുക്കുന്നത്. 3.5 വയസ്സിൽ അഡ്മിഷൻ എടുക്കാൻ വീണ്ടും കാരണങ്ങളുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ കുറിച്ച് പറയാറുള്ളത്, കുട്ടി ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ ഫ്ലവർ സ്റ്റേജ് എന്നാണ് പറയാം. എന്താ ഫ്ലവർ സ്റ്റേജ് എന്ന് പറയുന്നത്? ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഏത് മനുഷ്യനും ഒന്ന് എടുക്കാനും ഒന്ന് ഉമ്മ വെക്കാനും ഒക്കെ തോന്നുന്ന സമയമാണെന്നാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ. ഈ സ്റ്റേജിന് പറയുന്നത് കിങ് സ്റ്റേജ് എന്നാണ്. എന്താ കിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? കുട്ടിയാണ് പിന്നെ വീട്ടിലെ രാജാവ്. എന്താ രാജാവ് എന്ന് പറഞ്ഞാൽ? രാജാവ് കൽപ്പിക്കുന്നു, അടിമകൾ അത് ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, അമ്മ കഷ്ടപ്പെട്ട് രാവിലെ ദോശയൊക്കെ ചുട്ട് നിൽക്കുന്ന സമയത്താണ് മോൻ വന്നിട്ട് പറയും, അല്ലെങ്കിൽ മോള് വന്നിട്ട് പറയും, അമ്മേ അല്ലെങ്കിൽ ഉമ്മച്ചി എനിക്ക് ദോശ വേണ്ട, എനിക്ക് പുട്ട് മതി. പിന്നെ അവിടെ അമ്മ പുട്ട് ചുട്ടു കൊടുക്കൽ നിർബന്ധിത അവസ്ഥയിലാണ്. ഇത് കാരണം എന്താ? ഇതാണ് ഒരു രാജാവ്, എന്ത് പറയുന്നു എന്ത് കൽപ്പിക്കുന്നു എന്നതുപോലെയാണ് 4 വയസ്സ് വരെ. പിന്നെ അവിടെ മുതൽ 3 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയമാണ്. കുട്ടികൾ അതെന്താ, ഇതെന്താ, ഇതെങ്ങനെ, അതെങ്ങനെ, ആളുകളുടെ മുമ്പിൽ നിന്നും ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരെ കുട്ടികൾ പിന്നെ ചോദിക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഹസ്ബൻഡുമാരോട് ഭാര്യമാര് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യ ഈ കുട്ടി ഉണ്ടല്ലോ, നമ്മളെ കുട്ടിയെ കൊണ്ട് ഒരാളെ അടിയിലേക്ക് പോവാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്, നമ്മൾ ആകെ വഷളായി പോവും, അമ്മാരി ചോദ്യങ്ങളൊക്കെയാണ് കുട്ടി ചോദിക്കുന്നതെന്ന് പറയാറുണ്ട്. ആ സമയത്താണ് ഹസ്ബൻഡും ഇവർ രണ്ടുപേരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളെ കുട്ടിയെ നമുക്ക് ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ ചേർക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ 2 വീട്ടിൽ നിന്നും ബസ് വരുന്ന സ്കൂളിൽ പോയിട്ട് കുട്ടിയെ അഡ്മിഷൻ എടുക്കുന്നു, ചേർക്കുന്നു. ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്.